ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതിൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം മോശമില്ലാത്ത ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ? ഒബിയസ്ലി ഫസ്റ്റ് തന്നെ ഒരു ട്രാപ്പ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ ട്രാപ്പിനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ട്രാപ്പ് നിന്ന് മാറി നടക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എൻ്റെ ആ ഒരു മെസ്സേജ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ എപ്പോഴാണ് ഞാൻ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ അല്ല ദിവസം ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരാറുണ്ട്. മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോകുന്ന പോയിന്റ് ആവട്ടെ, ട്രേഡ് വരുന്ന പോയിന്റ് ആവട്ടെ, കണ്ട അപ്ഡേഷൻസ് എല്ലാം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പിശുക്കന്മാരനായിട്ടാണ് ഞങ്ങൾ. നിങ്ങൾ ഇങ്ങനെ പിശുക്കും ചെയ്യും, പ്ലസ് മാർക്കറ്റിന് കുറേ കൊണ്ടേ കാശ് കൊടുക്കും, നമുക്കൊരു റിയാക്ഷൻ പോലും തരൂല്ല, വല്ലാത്ത സാധനങ്ങൾ. അപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് ലൈക്ക് എന്താ പറയുക, ഓരോ റിയാക്ഷന് പൈസ കിട്ടുന്ന കേസോ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ. പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ട്രാപ്പ് കാണിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈനിൻ്റെ കേസ് പല പ്രാവശ്യം, ഇന്നത്തെ ഒരു കേസ് മാത്രമല്ല, ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ പോലും ട്രെൻഡ് ലൈനിൻ്റെ കേസ് ഇപ്പം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ? അതോ ചുമ്മാ കേട്ട് പോകുന്നു, ഇതുവഴി കേൾക്കുന്നു, ഇതുവഴി വിടുന്നു, നേരം വെളുത്ത് മാർക്കറ്റിലേക്ക് വരുന്നു, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, ആ ഒരു ലെവലിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്, ട്രെൻഡ് ലൈനുകൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രാപ്പുകൾ ഉണ്ടാവുന്ന ഏരിയ ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ട്രാപ്പുകൾ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്, മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത് ഇതുപോലെയുള്ള ട്രെൻഡ് ലൈനുകളാണ്. ആൻഡ് അതുകൊണ്ട് ആ ഒരു പോയിന്റിനെ നിങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് വെക്കുക. ഏത് പോയിന്റിലാണെങ്കിൽ പോലും, ഏത് അസറ്റ് ക്ലാസ്സിലാണെങ്കിൽ പോലും ട്രെൻഡ് ലൈനുകൾ എന്ന് പറയുന്നത് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റാണ്. ആൻഡ് ഏത് അസറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ലൈക്ക് ചില ട്രെൻഡ് ലൈനുകൾ, അത് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ട്രെൻഡ് ലൈനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങൾ പ്രോപ്പറായിട്ട് നമുക്കൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ഇന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 51,000 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നാളെ 51,000 താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാണ്ട് എഗെയിൻ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇന്നത്തെ ക്യാൻഡിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ ഓഫ് കോഴ്സ് അതല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു ഇൻഡിസൈസീവ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ആൻഡ് നല്ല ലാസ്റ്റ് വന്നിട്ടുള്ള സെൽ ഓഫ് ക്യാൻഡിലിൻ്റെ പകുതിക്ക് മുകളിലൊന്നും ക്യാൻഡിൽ പോയിട്ടില്ല. അതുകൊണ്ടൊന്നും ഞാനതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കണ്ടീഷനിൽ എടുക്കുന്നുമില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് ക്ലിയർ ആയി പോയിട്ട് ഒരു 51,200 അല്ലെങ്കിൽ 250 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യായിരുന്നു എന്നുണ്ടെങ്കിൽ, നാളെ ഒരു ദിവസം കൂടി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ നമുക്കൊരു ബൈങ് സൈഡിലേക്കാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ ട്രേഡിനെ പ്ലാൻ ചെയ്യായിരുന്നു. അതല്ലാത്തത്തോളം സമയം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഗ്രസീവ് ആവാത്ത രീതിയിൽ മാത്രം ബൈങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെല്ലിംഗ് സൈഡിലേക്കും അങ്ങനെ തന്നെയാണ്. ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബേസ് നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനാലിസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റാണ് ഇതൊക്കെ. നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് വരാൻ പോകുന്നത്. എങ്ങനെയായിരിക്കണം നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്, എവിടെയാണ് നമ്മൾ നാളെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് നിന്ന് വാല്യൂ കിട്ടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ നിർബന്ധമായിട്ടൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയം കളയാതെ നേരെ ചാർട്ടിലേക്ക് പോവാം. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഐ തിങ്ക് ഈ ഒരു ലെവലാണെന്ന് തോന്നുന്നു. 50,600 ആ ലെവലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ക്വിക്കായിട്ടൊന്ന് ടെലഗ്രാമിലേക്ക് പോയിട്ട് വരാം. ടെലഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ലെവൽ 50,600 എന്നുള്ള ലെവലാണ്. അതിൻ്റെ താഴെ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് എനിക്ക് കിട്ടണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 600 താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഓഫ് കോഴ്സ് നമ്മൾ നോക്കുന്നത്. 600 താഴെ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ലൈക്ക് നമ്മൾ പറഞ്ഞ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെയാണ് 600 എന്നുള്ള ലെവൽ ബ്രേക്ക് ആവുന്നത് ഈ ഒരു പോയിന്റിൽ. അതിന് അത് കഴിഞ്ഞിട്ട് ക്ലോസ് വന്നിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. ഇതിൻ്റെ താഴത്തേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല. ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാപ്പ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഫോർ ബി എൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈൻ അവിടെ ഉണ്ട്. ഒരു ട്രാപ്പ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നീഡ് എ സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് എബോവ് ഓർ ബിലോ എന്നുള്ള ലെവൽ. ആൻഡ് ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചാർട്ടിൽ ഞാൻ വരക്കുന്നില്ല. ഓഫ് കോഴ്സ് ഞാൻ വീക്ക്ലി അനാലിസിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചാർട്ട്
ആ ട്രെൻഡ് ലൈനിനാണത്. ഇതിനെയും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ മാച്ച് ആവുന്നുണ്ട്. ഓഫ് കോഴ്സ് സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പം നിങ്ങൾ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. സോ ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ട്രെൻഡ് ലൈൻ വന്നിട്ടുള്ളത്. ആൻഡ് ട്രെൻഡ് ലൈനിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് തന്നു. ട്രെൻഡ് ലൈനിൻ്റെ താഴെ ചുമ്മാ ചാടി സെല്ല് ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ട്രാപ്പാക്കി ക്ലീൻ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റ് പോയിട്ടുള്ളത് 50,500 എന്നുള്ള ലെവലാണ്. സോ 50,500 എന്നുള്ള ലെവലും കൂടി ഇനി നമുക്ക് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു ലെവലാണ്. പ്ലസ് നാളത്തേക്കുള്ള ലെവൽസ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് കളയുന്നുണ്ട് കാരണം അല്ലെങ്കിൽ തന്നെ ചാർട്ടിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും. ലൈക്ക് എന്താ പറയുക, സോ 50,900 എന്നുള്ള ലെവലിലാണ് ഞാൻ നാളത്തേക്ക് ഓൺ ദ ലോവർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 51,150 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ അഗെയിൻ ടാർഗറ്റായിട്ട് ഞാൻ പ്രൈസ് ചെയ്യാൻ പോകുന്നത് 51,300 ആണ്. ആൻഡ് 950യുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അഗെയിൻ നമുക്കൊരു 800 എന്നുള്ള ലെവലും ആൻഡ് 800 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 600 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ലൈക്ക് ഇപ്പം ചാൻസ് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. 1 സെക്കൻഡ്. ഞാൻ ക്ലിയർ ആയിട്ട് ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. ഇവിടെ നമുക്കായിട്ട് റണ്ണവേ ഗ്യാപ്പ് വരുന്നുണ്ട്. 238 എന്നുള്ള പോയിന്റിലൊക്കെ ആയിട്ടൊരു റണ്ണവേ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. 1 സെക്കൻഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണത്. നോക്കിയേ, ഇന്ന് ക്ലീൻ ആയിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, 238 ആ റേഞ്ചിലുള്ള റണ്ണവേ ഗ്യാപ്പിനെ പ്രോപ്പറായിട്ട് പോയിട്ട് ഫില്ല് ചെയ്തു. ആൻഡ് അതിനുശേഷമാണ് മാർക്കറ്റ് താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം കാണിച്ചു തന്നിട്ടുള്ളത്. സോ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 150 എന്നുള്ള പോയിന്റാണ്. 950 എന്നുള്ള പോയിന്റ് കൂടിയാണ്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ആണെന്നുണ്ടെങ്കിലും അപ്പർ സൈഡ് ആണെന്നുണ്ടെങ്കിലും ടാർഗറ്റ് നമുക്ക് ഇതുപോലെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഫർദർ അപ്പർ സൈഡിലേക്കുള്ള സ്ട്രോങ് മൂവ് കാണുന്നുണ്ടെങ്കിൽ 500 അല്ലെങ്കിൽ 550 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എഗെയിൻ നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ബേസിക്കായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ ഇവിടെയാണ് ലാസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് 685 എന്നുള്ള ലെവലിനെ. സോ 685 തന്നെയാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. 685 താഴെ പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻഡ് അപ്പോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 800 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും നാളത്തേക്ക്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ ടാർഗറ്റായിട്ട് നമുക്ക് 600 എന്നുള്ള ലെവലിനെയും ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 500 എന്നുള്ള ലെവൽ വരെയുള്ള മൂവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും 500 ബേസ് ആക്കി എടുത്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുള്ളത്. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് ആവശ്യമില്ലാത്ത ട്രേഡുകൾക്കൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് 23,680 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ ലോവർ സൈഡ് 23,580 എന്നുള്ള പോയിന്റാണ്. സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് 12,900 എന്നുള്ള ലെവലിൽ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം. ആ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് 965 എന്നുള്ള ലെവലിന് അപ്പോ സൈഡിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം. ആ രണ്ട് ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന ബേസ് ലെവലാണിത്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയിട്ടുള്ളത്. അഗെയിൻ 1790 ആണ്. ഓൺ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1765 നമുക്ക് എടുക്കാം. 64 എന്നുള്ളതിനെ മാറ്റിയിട്ട് 65 നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം. ഈ രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിരിക്കും ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓവർ അഗ്രസീവായിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. അഗെയിൻ ഇന്ന് ഹഡിലെടുത്തിട്ടുള്ള പോയിന്റ് ICICI ബാങ്കിൽ 1291 എന്നുള്ള പോയിന്റാണ്. 9192 എന്നുള്ള പോയിന്റാണ്. ആ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നാൽ മാത്രം ഒരു ബൈങ് ട്രേഡിനെ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ ഓൺ ദ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1785 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1785ൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നെസ് അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക. ഇന്നലെ ഉണ്ടാക്കിയ ഹൈ തന്നെയാണ് ഇന്നും സ്റ്റിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 1070 ആക്സിസ് ബാങ്കിനെ വാച്ച് ചെയ്യുക. 1070 താഴെ വന്ന ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് 1875 എന്നുള്ള ലെവലിനെ ഇൻഫീൽ വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിൻ്റെ താഴെ വന്ന ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. TCSലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 4100 എന്നുള്ള പോയിന്റാണ്. സോ ആ ഒരു ലെവലിൻ്റെ താഴെ വന്ന ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1220 എന്നുള്ള ലെവലാണ്. 1220യുടെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.